കേരളത്തിൻ്റെ മണ്ണിൽ പിറന്ന കലാരൂപങ്ങൾ നിരവധിയാണ്. കഥകളിയും കൂടിയാട്ടവും പോലുള്ള ശാസ്ത്രീയ കലകൾ പണ്ഡിതന്മാരുടെ സദസ്സുകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ ഹൃദയത്തിൽ നേരിട്ട് ഇടം നേടിയൊരു കലയുണ്ട്. അതാണ് ഓട്ടംതുള്ളൽ. ലളിതമായ വേഷങ്ങൾ, അതിവേഗത്തിലുള്ള ചലനങ്ങൾ, സാമൂഹിക വിമർശനങ്ങളുള്ള പാട്ടുകൾ. കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാകവി മലയാളത്തിന് സമ്മാനിച്ച ഈ കലാരൂപം ചിരിയിലൂടെ ചിന്തയുടെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. നമസ്കാരം, ഞാൻ നെല്ലുവായ് പ്രദീപ് നമ്പീശൻ. ഞാനൊരു ഓട്ടംതുള്ളൽ കലാകാരനാണ്. കേരളത്തിനകത്തും പുറത്തും അതേപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലെ പല വേദികളിലുമായിട്ട് 2000-ലധികം വേദികളിൽ ഞാൻ ഓട്ടംതുള്ളൽ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഓട്ടംതുള്ളൽ പഠിക്കാൻ തുടങ്ങിയത് 1987 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 4 വർഷം പ്രശസ്ത ഓട്ടംതുള്ളൽ കലാകാരനായിട്ടുള്ള കലാമണ്ഡലം പരമേശ്വരാശാന്റെ കീഴിൽ അഭ്യസിച്ച് 1991 അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഓട്ടംതുള്ളലിൻ്റെ അരങ്ങേറ്റം നടത്തിയത്. അതിനുശേഷം ഈ കാലയളവിനുള്ളിൽ 34 വർഷത്തോളമായിട്ട് നിരവധി വേദികളിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സ്വദേശം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ നല്ല മനോഹരമായ പ്രകൃതി രമണീയമായിട്ടുള്ള ഗ്രാമമായിട്ടുള്ള നെല്ലുവായിലാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ധന്വന്തരി ക്ഷേത്രം. അതിൻ്റെ സമീപത്തായിട്ടാണ് താമസിക്കുന്നത്. തുള്ളൽ എന്ന കലാരൂപത്തിൻ്റെ 3 വിഭാഗങ്ങളിൽ ഒന്നായിട്ടുള്ളതാണ് ഓട്ടംതുള്ളൽ. മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാരാണ് ഈ കലയുടെ ഉപജ്ഞാതാവ്. കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്ന ആ മഹാനുഭാവൻ മലയാള കലാ സാഹിത്യ രംഗത്ത് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്ന് വളരെ കാലിക പ്രസക്തിയുള്ളതാണ്. ആ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ ഉതിർന്ന കലയാണ് തുള്ളൽ എന്ന കല. ആ തുള്ളൽ എന്ന കലയിലെ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു വിഭാഗമാണ് ഓട്ടംതുള്ളൽ. തുള്ളൽ കലയുടെ ഉത്ഭവത്തിനൊരു ചരിത്രമുണ്ട്. 18ാം നൂറ്റാണ്ടിൽ അമ്പലപ്പുഴയിലെ കൃഷ്ണക്ഷേത്രത്തിൽ മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന ഒരു കലാകാരൻ, അതായിരുന്നു കുഞ്ചൻ നമ്പ്യാർ. ഒരു ദിവസം മിഴാവ് കൊട്ടുന്നതിനിടയിൽ അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. കൂത്തിനു നേരെ ശ്രദ്ധ തിരിച്ച ചാക്യാർ നമ്പ്യാരെ പരിഹസിച്ചു. ആഴത്തിൽ വേദനിച്ച നമ്പ്യാർ തൻ്റെ ദുഃഖത്തെ ഒരു പ്രതികാരമാക്കി മാറ്റി. പിറ്റേ ദിവസം ചാക്യാർ കൂത്ത് നടക്കുന്ന അതേ സ്ഥലത്ത് അതേ സമയത്ത് നമ്പ്യാർ പുതിയൊരു കലാരൂപം അവതരിപ്പിച്ചു. അതാണ് തുള്ളൽ. ഓട്ടംതുള്ളൽ എന്ന കല കേരളത്തിൽ അഭ്യസിപ്പിക്കുന്ന ചില സ്ഥാപനങ്ങൾ, ഒന്ന് കലാമണ്ഡലത്തിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കലും അതേപോലെ ഓട്ടംതുള്ളൽ അഭ്യസിപ്പിക്കലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുഞ്ചൻ സ്മാരകം, മഹാകവി കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ ജനിച്ച് വളർന്നത് പാലക്കാട് ജില്ലയിലെ ലക്കിടിക്ക് അടുത്തുള്ള കിള്ളിക്കുറിശിമംഗലം എന്ന സ്ഥലത്തെ കലക്കത്ത് ഭവനത്തിലാണ്. ആ ഭവനം ഇപ്പോൾ കുഞ്ചൻ സ്മാരക കലാകേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഓട്ടംതുള്ളൽ അഭ്യസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടും ഒരു കുഞ്ചൻ സ്മാരകം പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്കാണ് പ്രധാനമായിട്ട് ഓട്ടംതുള്ളൽ സാംസ്കാരിക വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓട്ടംതുള്ളലിൻ്റെ അവതരണത്തിൽ വേഷവിധാനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ വേഷവിധാനത്തെക്കുറിച്ച് നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുഖത്തെഴുത്ത്. ഈ മുഖത്തെഴുത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നിറം പച്ച നിറമാണ്. ഈ പച്ച നിറം എങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചാൽ ഹിമാലയൻ മലനിരകളിൽ നിന്ന് കിട്ടുന്ന പ്രത്യേകതരം ഒരു കല്ലാണ് മനയോലക്കല്ല് എന്ന് പറയും. ആ മനയോലക്കല്ല് വെളിച്ചെണ്ണയും കട്ടനീലും ഒക്കെ ചേർത്ത് ഇങ്ങനെ അരയ്ക്കുമ്പോഴാണ് പച്ച എന്ന് പറയുന്ന ആ ഒരു നിറം വരുന്നത്. അതാണ് മുഖത്ത് കൂടുതൽ ഭാഗത്തും ഉള്ളത്. ഇതൊരു ആയുർവേദിക് ഉൽപ്പന്നമായതുകൊണ്ട് നമ്മുടെ മുഖത്തിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല. അങ്ങനെ കൂടുതൽ ഭാഗവും പച്ച. അതിനുശേഷം കണ്ണെഴുത്ത്, കണ്ണിൽ കൺമഷി ആണ് ഇപ്പോൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പണ്ട് കാലത്താണെങ്കിൽ ഇതായിരുന്നില്ല. ശരാതിൽ തിരി കത്തിച്ച് വെച്ച് അതിൽ നിന്ന് വരുന്ന കരി എടുത്തിട്ടാണ് കണ്ണ് എഴുതിയിരുന്നത്. പിന്നെ
ഇതിൽ വരുന്ന മറ്റൊരു നിറമാണ് വെള്ള. സിങ്ക് വൈറ്റ് എന്ന് പറയുന്നതാണ് വെള്ളയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മഞ്ഞ നിറം ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചുമപ്പ്, ചുണ്ട് എഴുതാൻ വേണ്ടി ചുമന്ന നിറവും ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് മുഖത്തെഴുത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ആടയാഭരണങ്ങളിലേക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഓട്ടംതുള്ളലിന് പ്രത്യേക വിധത്തിലുള്ള ആടയാഭരണങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാറത്തേക്ക് വരികയാണെങ്കിൽ കഴുത്താരം എന്ന് പറയുന്നത്, കഴുത്തിലണിയുന്ന ഹാരം, ഒരു മാല ഉണ്ട്. ആ മാലയ്ക്ക് അടിയിലായിട്ട് മാർച്ചട്ട എന്ന് പറയുന്ന ഒരു ആടയാഭരണമുണ്ട്. കൈകളിൽ ഹസ്തകടകം ഉണ്ട്. തോൾപുട്ട് ഉണ്ട്. അതുപോലെ തന്നെ അരയിൽ പ്രത്യേക മുണ്ട് കൊണ്ട് കൊടുത്ത കച്ച എന്ന് പറയുന്ന ആടയാഭരണവും ഉണ്ട്. അരയ്ക്ക് താഴെയായി ഇടുന്ന ആടയാഭരണത്തിൻ്റെ പേരാണ് ഒറ്റനാക്ക്. അത് ഏതാണ്ട് നമ്മുടെ ആനയുടെ നെറ്റിപ്പട്ടത്തിൻ്റെ ഒരു ചെറിയ രൂപം പോലെ ഇരിക്കും. അതിനുശേഷം പാവാട, പൈജാമ, കാലിൽ ചിലങ്ക, ഏറ്റവും മുകളിലായി, തലയ്ക്ക് മുകളിലായി കാണുന്ന റാ ആകൃതിയിലുള്ള കിരീടമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഓട്ടംതുള്ളൽ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അവതാരകന് പുറമെ പിന്നണിയിൽ വായ്പാട്ട് കൂടാതെ മൃദംഗം എന്ന വാദ്യോപകരണവും ഉണ്ടായിരിക്കും. താളത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അകമ്പടിയോടെയാണ് കുഞ്ചൻ നമ്പ്യാരുടെ മനോഹരമായിട്ടുള്ള ഈ വരികൾ രംഗത്ത് അവതരിപ്പിക്കുന്നത്. ഇതൊരു ആക്ഷേപഹാസ്യ കലയാണ്. അവതരിപ്പിക്കുന്ന സമയത്ത് കാണികൾക്കും പ്രാധാന്യമുണ്ട്. ഇതിലെ പല കഥാപാത്രങ്ങളുമായിട്ട് കാണികൾ അവരെ അതിൽ ഉൾപ്പെടുത്തും. കാണികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു ഹാസ്യമായ അവതരണ രീതി തുള്ളലിലെ അവിഭാജ്യ ഘടകമാണ്. ഈ അക്ഷകുമാരനെ വിരവൊടു തന്നുടെ അക്ഷകുമാരനെ വിരവൊടു തന്നുടെ ഈ അക്ഷകുമാരനെ വിരവൊടു തന്നുടെ അക്ഷകുമാരനെ വിരവൊടു തന്നുടെ ഈ അക്ഷകുമാരനെ വിരവൊടു തന്നുടെ കച്ചം തന്നിലമർത്തി ജനിച്ച് കച്ചം തന്നിലമർത്തി ജനിച്ച് കച്ചണമന്നു വധിച്ചൊരു സമര കച്ചണമന്നു വധിച്ചൊരു സമര ഈ തുള്ളൽ അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ അവതാരകന്റെ മുഖത്ത് വിവിധ തരത്തിലുള്ള ഭാവങ്ങൾ നിറഞ്ഞു വരും. നവരസങ്ങളിലെ എല്ലാ ഭാവങ്ങളും മുഖത്ത് വരും. ഇപ്പൊ നവരസങ്ങൾ എന്ന് പറയുമ്പോൾ ശൃംഗാരം, ഭയാനകം, അത്ഭുതം, കരുണം, ബീഭത്സം, വീരം, രൗദ്രം തുടങ്ങിയ ഭാവങ്ങളൊക്കെ അവതാരകന്റെ മുഖത്ത് വരും. കഥയുടെ സന്ദർഭത്തിനനുസരിച്ചായിരിക്കും ഈ ഭാവങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ വേഷവിധാനം ഈ ഭാവങ്ങൾക്ക് വളരെയധികം നല്ല ഒരു പിന്തുണ നൽകുന്നുണ്ട്. വേഷവിധാനത്തിന്റെ മനോഹാരിത അനുസരിച്ചായിരിക്കും ഭാവങ്ങൾക്ക് അതിൻ്റെതായ തനിമ എന്തായാലും ഉണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ കാലുകളിലെ ചുവടുകൾ, പല വിധത്തിലുള്ള താളങ്ങൾ ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടായിരിക്കും. ഓട്ടംതുള്ളൽ എന്ന് പറയുമ്പോൾ പൊതുവെ ചടുലമായ ഒരു താളത്തിലാണ് ഇത് അവതരിപ്പിക്കാറ്. ശീതങ്കംതുള്ളൽ എന്ന് പറയുമ്പോൾ കുറച്ച് പതിഞ്ഞ താളം ആയിരിക്കും.
ചടുലമായ താളത്തോടെയും ഭാവത്തോടെയും കൂടിയും ഓട്ടംതുള്ളൽ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ അത് കാണികൾക്ക് നല്ലൊരു കാഴ്ചയാണ്, അല്ലെങ്കിൽ നല്ലൊരു അനുഭവമാണ് അത് സമ്മാനിക്കുന്നത്. ഓട്ടംതുള്ളലിൽ ഇതേപോലെ ഭാവങ്ങളോടൊപ്പം തന്നെ മുദ്രകൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നാട്യശാസ്ത്രത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള പല മുദ്രകളും ഓട്ടംതുള്ളലിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെതായ ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഓട്ടംതുള്ളൽ രംഗാവതരണത്തിൽ മുദ്രകൾക്ക് പ്രാധാന്യം ഉള്ളത്. ആ മുദ്രകളും ഭാവങ്ങളും സംഗീതവും താളവും ഒക്കെ ചേരുമ്പോൾ ഈ ഓട്ടംതുള്ളൽ ഒരു പൂർണ്ണ രൂപത്തിലുള്ള അവതരണമായിട്ട് മാറുകയാണ്. ഇന്നത്തെ കാലത്ത് ഈ ക്ഷേത്രകല എന്നുള്ള ആ ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് ജനകീയ കല എന്ന പരിവേഷത്തിലേക്ക് തുള്ളൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടിനുള്ളിൽ മാത്രം നിന്നിരുന്ന ഈ കല ഇന്ന് ഒരുപാട് പൊതുവേദികളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും ഇന്ത്യയിലും അതുപോലെ ലോകത്തെമ്പാടും പല രാജ്യങ്ങളിലും തുള്ളൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ജനകീയ കല എന്നുള്ള പരിവേഷത്തിലേക്ക് ഇത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെ ഒരു ആക്ഷേപഹാസ്യ കല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ആക്ഷേപിക്കുക, ഹാസ്യത്തിലൂടെ ആക്ഷേപിക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അന്ന് 18-ാം നൂറ്റാണ്ടിൽ മഹാനായിട്ടുള്ള കുഞ്ചൻ നമ്പ്യാർ ഒരുപാട് കാര്യങ്ങൾ വരും കാലങ്ങളിൽ ഭാവിയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് മുൻകൂട്ടി കണ്ട് വച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് തുള്ളലിലെ വരികളൊക്കെ എഴുതിയിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ തുള്ളൽ കൃതിയായിട്ടുള്ള കല്യാണ സൗഗന്ധികമാണ്. ആ കല്യാണ സൗഗന്ധ്യത്തിലെ ചില വരികൾ നോക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. 1-2 വരി ഞാൻ പറയാം. പാഞ്ചാലി എന്നൊരു പെണ്ണിനെ കണ്ടിട്ട് പഞ്ചബാണാർത്തി പിടിപെട്ടഹോ നിങ്ങൾ, 5 പേരും ചെന്ന് കൈക്കു പിടിച്ചു കൊണ്ടഞ്ചാതെ വേലി കഴിച്ചതും കേട്ടു ഞാൻ. ഇത് കല്യാണ സൗഗന്ധികം എന്ന മഹാഭാരതത്തിലെ കഥയിലെ വരികളാണ്. പഞ്ചപാണ്ഡവന്മാരായിട്ടുള്ള 5 പേർ ചേർന്നിട്ട് പാഞ്ചാലി എന്നൊരു സ്ത്രീയെ വിവാഹം കഴിച്ച വസ്തുത നമുക്കറിയാം. ഒരു സ്ത്രീക്ക് 5 ഭർത്താവ് എന്നുള്ളത് ലോകനീതിക്ക് നിരക്കാത്ത ഒന്നാണ്. അതുപോലും വളരെ ധർമ്മിഷ്ഠരായിട്ടുള്ള പാണ്ഡവന്മാർ തെറ്റിച്ചു എന്നാണ് കുഞ്ചൻ നമ്പ്യാർ വരികളിലൂടെ എഴുതി വെച്ചേക്കുന്നത്. ആ വരിയുടെ കാലിക പ്രാധാന്യം ഒന്ന് നമുക്ക് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഇന്നത്തെ കുടുംബ ജീവിത രീതി അനുസരിച്ച് ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവാണ്. അപ്പോൾ പണ്ടേ മുതലേ തന്നെ ഒരു സ്ത്രീക്ക് 4-5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു. അത് തെറ്റാന്നുള്ളത് കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിൽ, 18-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 100-300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് ആള് തെറ്റാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ആ കാര്യം അദ്ദേഹം ജനങ്ങളെ ഉദ്ബോധവാന്മാരാക്കാണ് ഈ വരികളിലൂടെയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ അരങ്ങിലെ ഓരോ ചുവടിലും ഓരോ പാട്ടിലുമുണ്ട് ഒരു ജനതയുടെ ചിരിയും ചിന്തയും, കലയുടെ കയ്പും മധുരവും. കുഞ്ചൻ നമ്പ്യാർ തുടങ്ങിവെച്ച ഈ തുള്ളൽ പ്രസ്ഥാനം കാലത്തിനപ്പുറം സഞ്ചരിച്ച് ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു നർമ്മത്തിലൂടെയും വിമർശനത്തിലൂടെയും ഒരു സമൂഹത്തെ എങ്ങനെ നേരെയാക്കാമെന്ന്. ഓരോ തുള്ളൽക്കാരനും ഒരു ചരിത്രമാണ്, ഓരോ അരങ്ങും ഒരു പാഠപുസ്തകമാണ്.